ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ അന്നിട്ട് ആ ഒരു തമ്പലൈൻ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ കൊണ്ട് മാത്രം അവൾക്ക് അങ്ങനത്തെ ഒരു കമന്റ്സുകൾ വരികയാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല, അത് ഇന്റെ മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ അന്ന് അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ ഇട്ടത്. അപ്പോൾ ഞാൻ പറയുന്നു, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ തീരുമാനം, അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയും കാര്യങ്ങളെല്ലാം ഒത്തിതാക്കിയിട്ടുള്ളൊരു തന്നെയാണ് നമ്മൾ പിരിയാമെന്നുള്ളടുത്ത തീരുമാനം. ഓക്കെ. അപ്പം സുജിൻ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ഇതാ പറയുന്നത്, ആൾക്കാർക്ക് ഇവരെ വിശ്വസിക്കാൻ തോന്നാത്തതിൻ്റെ ഒരു റീസൺ ആൻഡ് ഫോർ അവർ ചിൽഡ്രൻ ടു. ഇത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനും എൻ്റെ മാനസികാരോഗ്യത്തിനും അതോടൊപ്പം തന്നെ എൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഡിസിഷൻ എടുത്തതെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇന്നലെ രാത്രി മല്ലു ഫാമിലി സുജിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് വന്നു. അദ്ദേഹം റിയൽ ലൈഫിൽ നടന്ന കുറേ ഇൻസിഡൻറ്റും അതുപോലെ തന്നെ ഇതൊരു റീച്ചിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്, അല്ലെങ്കിൽ ഇവർ വീണ്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് പരക്കെ ഇന്നലെ ഞാനിട്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെയും ഒരുപാട് വിമർശനങ്ങൾ, പിന്നെ മുൻകാല ചില വീഡിയോസൊക്കെ ഇറങ്ങിയ ചില ആൾക്കാരുടെ പേരും പരാമർശിച്ചുകൊണ്ട് ഒക്കെ അതൊക്കെ കാരണം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പലതും. എന്നാൽ അതിനെ വിഭിന്നമായിട്ട് എന്തൊക്കെയോ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തെങ്കിലും അവർ പറയാത്തിടത്തോളം കാലം നമുക്ക് ആരും ചിന്തിച്ച് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കമൻറ്റ് ബോക്സിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവർക്കെതിരെയുള്ളൊരു കമൻറ്റ് സംഭവമാണ് കാണുന്നത്. കാരണം മുൻകാലങ്ങളിൽ ചെയ്ത വീഡിയോസ് ഉണ്ട്. അത് തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് നിത എന്ന് പറയുന്ന പൊന്നൂസിൻ്റെ സൈഡും അതോടൊപ്പം തന്നെ സുജിൻ്റെ ഭാഗവും രണ്ടും ഉണ്ട്. കാരണം ഇത് പബ്ലിക്കിലേക്ക് വന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ അത് നിലവിൽ ഇപ്പം ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ വനിത എന്ന് പറയുന്ന ഓൺലൈൻ മാഗസിൻ്റെ അകത്തൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിഷയം വന്നു. ഞാൻ പീസ് അഥവാ സമാധാനം തിരഞ്ഞെടുത്ത് അതിനകത്ത് മൊത്തത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെയാണ്, അഥവാ സുജിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. സോ നമുക്കറിയാത്തൊരു കാര്യമാണ് അദ്ദേഹം അങ്ങനെ ആണോ ഇല്ലെന്ന്. റീച്ചിന് വേണ്ടിയിട്ട് പലരും നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തറിയാം, റീച്ചിന് വേണ്ടിയിട്ട് പല പരിപാടികളും പലരും കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ബട്ട് ഇത് അങ്ങനെ അല്ല എന്നുള്ളൊരു തോന്നൽ വരുത്തുന്ന രീതിയിലാണ് ലേറ്റസ്റ്റ് വീഡിയോ വന്നിരിക്കുന്നത്. സോ അത് എനിക്ക് കുറച്ചധികം ജെന്യൂനിറ്റി ഫീൽ ചെയ്തു. അതിനകത്ത് ഇപ്പം നമുക്കൊരു കാര്യമുണ്ട്, എന്നോ ഒരാൾ ചെയ്ത തെറ്റിന് അയാൾ എന്നും നമ്മളങ്ങനെ കല്ലെറിയണമോ എന്നുള്ള കാര്യം തീരുമാനിക്കണം. നമ്മളാരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾക്കും പിന്നെ കമൻറ്റ് ബോക്സിൽ എല്ലായിടത്തും കാണുന്നൊരു സാധനമാണ്. വേണമെങ്കിൽ അത് അനുകൂലിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ 10 പറയാം. പക്ഷെ അങ്ങനെയല്ല, ഓരോ മനുഷ്യനും പെർഫെക്റ്റ് അല്ല. ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പെർഫെക്റ്റ് അല്ലാത്തടത്തോളം കാലം നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളെ ജഡ്ജ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു കറക്റ്റ് പോയിന്റിലേക്ക് സുജിൻ വന്നിട്ടുണ്ട്. സുജിൻ വന്ന ആ ഒരു വിഷയം കണ്ടതിന് ശേഷം ഈ സുജിൻ്റെ വൈഫ് ഇട്ടേക്കുന്ന ഒരു കമൻറ്റ്, പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു കമൻറ്റ് കാണാം. ആദ്യം സുജിൻ പറഞ്ഞ ഈ ഒരു ഭാഗം ഒന്ന് കേൾക്കണം. ഈ പ്രശ്നങ്ങൾ, പക്ഷെ അങ്ങനൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തേക്ക് പോവാതെ നമ്മൾ തന്നെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്, അത്രേ ഉള്ളൂ. അപ്പം ഞാനത് നിങ്ങളടുത്തേക്ക് പറയുകയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് മറ്റേ ഇതിൻ്റെ പേരിൽ ഞാനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ അതുപോലെ തന്നെ കമൻസ്, ഇപ്പം എനിക്കറിയാം ഈ ഒരു വീഡിയോസ് പോലും കൂടി റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണ്. സത്യമായിട്ടും ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല, എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. ഈ വീഡിയോ ചെയ്യുന്നത് പോലും കൂടി ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടോ അവളുടെ അടുത്ത് പറഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ അവളെ പറ്റി കുറേ നെഗറ്റീവ് കമൻസുകളും അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ അത് എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാൻ കാരണമാണ് അവൾക്ക് അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻസുകൾ വരുന്നതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഞാൻ കാരണമാണ് അവൾക്കൊരു നെഗറ്റീവ് വരുന്നതെന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാനും ചെയ്യാനുള്ള കാരണം. അദ്ദേഹം പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം അതിനെക്കുറിച്ച് കുറച്ച് 2 വാക്ക് സംസാരിക്കാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ അന്നിട്ട് ആ ഒരു തമ്പലൈൻ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ കൊണ്ട് മാത്രം അവൾക്ക് അങ്ങനത്തെ ഒരു കമൻസുകൾ വരികയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല, അത് ഇന്റെ മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ അന്ന് അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ ഇട്ടത്. അപ്പോൾ ഞാൻ പറയുന്നു, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ തീരുമാനം, അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയും കാര്യങ്ങളെല്ലാം ഒത്തിതാക്കിയിട്ടുള്ളൊരു തന്നെയാണ് നമ്മൾ പിരിയാമെന്നുള്ളടുത്ത തീരുമാനം. ഓക്കെ. അപ്പം സുജിൻ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ഇതാ പറയുന്നത്, ആൾക്കാർക്ക് ഇവരെ വിശ്വസിക്കാൻ തോന്നാത്തതിൻ്റെ ഒരു റീസൺ, അഥവാ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറ്റും. സുജിൻ്റെ മുൻകാല വീഡിയോസിനെ പലതരത്തിൽ വിമർശനാത്മകമായിട്ട് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ ചൊടിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സുജിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പറയും, നമുക്ക് ആർക്കും തെറ്റുപറ്റാത്ത ആൾക്കാരൊന്നുമല്ല, മനുഷ്യനാണ്, തെറ്റുപറ്റ് സ്വാഭാവികമാണ്. ഇത് പക്ഷേ ആവർത്തിച്ച് കുറേ അധികം കാര്യങ്ങൾ ഇതുപോലെ റീച്ചിൻ്റെ ഭാഗമായിട്ട് അന്ന് അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഇന്നത് ഏറ്റു പറയുന്നു, ഞാൻ അന്ന് ചെയ്ത കാര്യം
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത് അവിടെ നമ്മൾ ട്രസ്റ്റിനെ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രസ്റ്റിനെ തിരിച്ച് വീണ്ടും പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് തിരിച്ച് കയറുക എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സുജിൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ പുലി വരുന്നേ എന്നുള്ള പണ്ടത്തെ ഒരു ഇത് കേട്ടിട്ടില്ലേ, പുലി വരുന്നേ എന്ന് പറയും. അവസാനം ആദ്യം പറയുമ്പം ആരും ഇത് പറഞ്ഞിട്ട് വരാത്തത് കൊണ്ട് അവസാനം പുലി വരുന്നേ എന്ന് പറയുമ്പോഴും പുലി വരുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല, പുലി വരികയും ചെയ്യും, അവസാനം എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർ മുൻകാലങ്ങളിൽ ചെയ്തേക്കുന്ന അദ്ദേഹം തന്നെ അവർ എന്നല്ല, അവരും ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ട് അറിഞ്ഞിട്ടായിരിക്കാം അങ്ങനെയുള്ള ക്യാപ്ഷൻ ഇട്ടതും ടൈറ്റിൽ ഇട്ടതൊക്കെ. അന്ന് എനിക്ക് തോന്നുന്നു അത് റിലേറ്റഡ് ടു സംതിങ് അഭിഹിതമോ അങ്ങനെ എന്തോ ഒരു സംഭവമായിട്ട് ക്യാപ്ഷനാണെന്ന് തോന്നുന്നു മേ ബി. കാരണം സോഷ്യൽ മീഡിയക്കകത്ത് പെട്ടെന്ന് ഇപ്പോൾ റീച്ച് കിട്ടുക എന്നുള്ള പരിപാടിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് വെച്ചാൽ നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവായിട്ടുള്ള സാധനത്തിന് ഇമ്പാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരിലേക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ആ ട്രാക്ഷൻ കൊണ്ട് ആൾക്കാർ അതിലേക്ക് പെട്ടെന്ന് ചാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കാണാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടും, അതുകൊണ്ടുള്ള വരുമാനം കൂടും എന്നുള്ളതായിരിക്കാം. ബട്ട് അന്ന് ആ ഒരു കാര്യം ചെയ്തത് അദ്ദേഹം ഇന്ന് ഏറ്റു പറയുകയാണ്, ഞാൻ അന്ന് ചെയ്തൊരു കാര്യം, പക്ഷേ അതങ്ങനെയല്ല, അവൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ഉടനീളം നിത എന്ന് പറയുന്ന പൊന്നൂസിനെ ഒരു തരത്തിൽ ഒരു കുറ്റമൊന്നും പറയാത്ത രീതിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. സുജിനെ എന്തൊക്കെ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അതിന് ഞാൻ സുജിനെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ മറ്റൊരു ലൈഫാണ്, മറ്റൊരു ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയക്കകത്ത് കാണിച്ചുകൊണ്ടിരുന്നവരാണ് അവർ. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും അവർക്കുണ്ട്. കാരണം ഇന്നും അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം അദ്ദേഹവും തുറന്നു പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണം നിങ്ങൾ ഇന്നും അവളെ ക്രൂശിക്കരുത് എന്ന് പറയുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ വേറെ ഒരു മറ്റു പല കാര്യങ്ങളുണ്ട്, അല്ലാതെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരുമിച്ച് എടുത്ത തീരുമാനമാണ്, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതോ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമെന്നൊക്കെയുള്ള പറയുന്നു. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം, ഹൈപ്പോത്തറ്റിക്കലാണ്. കാരണം ഒരു എല്ലാ കമൻറ്റ് ബോക്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, ഇതൊരു റീച്ചിനുള്ള സംഭവമാണോ എന്നുള്ള രീതിയിൽ. ഇതൊരു റീച്ചിനുള്ള സംഭവമാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആലോചിച്ച് നോക്കൂ, നമ്മളൊരു സിനിമ കാണുന്നു, ആകാശദൂത് സിനിമ കണ്ടു, നമ്മൾ കരഞ്ഞു. പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ ക്ലൈമാക്സ് കണ്ടു, നമ്മൾ കരഞ്ഞു. മറ്റ് പല സിനിമകൾ കാണുന്നു, അവസാനം ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ശുഭപര്യവസാനിയായിട്ടുള്ളതുകൊണ്ട് ട്രാജഡി ആയിട്ട് ദുരന്തമായിട്ട് മാറുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഒരാളുടെ ലൈഫ് എങ്ങനെ ആവണ്ട തീരുമാനിക്കാൻ ആര് ഡിസൈഡ് ചെയ്താലും ചിലവ് നടക്കത്തില്ല. പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കാണിക്കാൻ കഴിയും എന്നുള്ളതിനപ്പുറം നമ്മൾ നിരന്തരമായിട്ട് ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേ ഇരുന്നാൽ, അത് ഒരുപാട് പേര് അങ്ങനെ വേറെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പറ്റിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് താൽക്കാലികമായിട്ടുള്ള കുറച്ച് റീച്ചോ മറ്റുള്ള കാര്യങ്ങൾക്ക് അപ്പുറം ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളൊരു സാധനമുണ്ട്. അതപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന സംഭവത്തിനെല്ലാം നമുക്കൊരു ദിവസം വന്നു ചേരും എന്നുള്ളതുപോലെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഒരു ഇവർ വിശ്വാസത്തിന് എടുക്കുന്നില്ല. അത് സത്യമാണ്. അത് മുൻകാലങ്ങളിൽ ഇവർ ചെയ്ത കാര്യം സുജിൻ പോലും ഇപ്പോൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും നിലവിലുള്ള കാര്യത്തിന് എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം. പക്ഷേ അതും മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു സംഭവം ആയിട്ട് മാറാതിരിക്കട്ടെ. കാരണം ചിലപ്പോൾ ഒരാളുടെ ലൈഫിൻ്റെ സാഡ് സ്റ്റോറി അവർ ജെന്യൂനായിട്ട് വന്നിരുന്ന് പറയുന്നതായിരിക്കാം. മറ്റ് പല ആൾക്കാരുടെയും ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചില വ്യക്തികളുടെ ലൈഫിനെ കുറിച്ചൊക്കെ മറ്റുള്ളവർ പഠിച്ച് എഴുതുമ്പോൾ അവർ പലരോട് സത്യസന്ധമായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോഴേക്കും ഇവർ വിശ്വസിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അവസാനം ആ വ്യക്തികൾ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എഴുതിയത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അത്രയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലെന്ന് കൂടെ ചിന്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നിത അഥവാ പൊന്നൂസ് ഇട്ടേക്കുന്ന ഒരു കമൻറ്റ്, അത് ഞാൻ ആ ഒരു കമൻറ്റും കൂടെ ഞാൻ വായിക്കാം. ആ കമൻറ്റ് സത്യം പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ്, പുള്ളിക്കാരത്തി ഇട്ട കമൻറ്റാണ്. അത് ഞാനത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വീഡിയോക്കകത്തു നിന്നുള്ള അന്ന് വന്നേക്കുന്ന എനിക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റ്, ഇത് ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. നിത സതീശൻ എന്ന് പറഞ്ഞ് 123 എന്ന് പറയുന്നതാണ് ആ ഐഡിയിൽ നിന്നും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. വി ബോത്ത് ഫെൽറ്റ് ദാറ്റ് സംതിങ് വാസ് മിസ്സിങ് ഇൻ അവർ റിലേഷൻഷിപ്പ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തോ ഒരു കാര്യം മിസ്സായി എന്നുള്ളൊരു കാര്യം അത് നമുക്ക് മനസ്സിലായി. സോ വി ചോസ് ടു വാക്ക് സെപ്പറേറ്റ് പാത്ത്സ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടായ വഴികളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ദിസ് ഡിസിഷൻ ഈസ് ബെറ്റർ ഫോർ മൈ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫോർ അവർ ചിൽഡ്രൻ ടു. ഇത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനും എൻ്റെ മാനസികാരോഗ്യത്തിനും അതോടൊപ്പം തന്നെ എൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഡിസിഷൻ എടുത്തതെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഓക്കെ, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ളവരുടെ നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ നിങ്ങളുടെ പങ്കാളിയായിട്ട് മാറി, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പങ്കാളിയായിട്ട് ഒരാൾ വന്നു. കല്യാണം രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്നൊരു കാര്യമാണ്. അത് ഒരിക്കലും കൂട്ടിക്കെട്ടിയ കയറല്ല, മനസ്സിലാക്കണം. ഒരിക്കലും കൂട്ടിക്കെട്ടിയ കയറാമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല എങ്കിൽ തുറന്ന് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും തരത്തിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതർവൈസ് എന്നാലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. എല്ലാ തരത്തിലും പ്രശ്നമാണ്, ഈഗോയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാർസിസ്റ്റ് മെൻറ്റാലിറ്റിയിനിടയ്ക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞ് ആ ഒരു കാര്യം വച്ച് രണ്ട് വഴിക്കായിട്ട് പോയി കഴിഞ്ഞാൽ
സത്യം പറഞ്ഞാൽ ചില മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും, ചില ആത്മഹത്യകൾ ഒഴിവാക്കാൻ പറ്റും, ചില കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം കണ്ടു വളരുന്ന കുട്ടികളുടെ ട്രോമ ഒഴിവാക്കാൻ പറ്റും. പലരും പറയും ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാത്തത്. ഞാനൊരു കാര്യം പറയട്ടെ, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നതാണ്? ഞാൻ ഈ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും വഴക്കും ബുദ്ധിമുട്ടും അടി പിടി അച്ഛനമ്മമാർ കാണിക്കാത്ത എല്ലാ തെണ്ടിത്തരങ്ങളും പോക്രിത്തരങ്ങളും ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ കാണിക്കുന്നതിൻ്റെ അത്രയും പ്രശ്നമൊന്നും വരത്തില്ല. രണ്ട് പേര് സെപ്പറേറ്റഡ് ആയി കഴിയുമ്പോൾ. ഇന്നത്തെ കാലഘട്ടം ജെൻസി, ഈ കാലഘട്ടത്തിലെ പിള്ളേർ കുറച്ചുകൂടെ പണ്ടത്തെ നമ്മുടെ തലമുറയിൽപ്പെട്ട പോലെ തന്നെ പറഞ്ഞാൽ മനസ്സിലാക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ ലൈഫിന് അങ്ങ് മൊത്തത്തിൽ മെൻ്റൽ ഹെൽത്തിന് ബാധിക്കും, സീരിയസ്ലി ബാധിക്കും. അച്ഛൻ്റെ അമ്മയുടെയും ഒരു അഫക്ഷൻ്റെ ഒക്കെ ഒരു സംഭവം പരിധി മാറും. കാരണം നാളെ ഇവർ രണ്ട് വ്യക്തികളാണ്, അവർ യൗവനയുക്തരാണ്, അവർ വേറെ മാരേജ് കഴിഞ്ഞുകൂടായികയില്ല, അവർക്ക് വേറെ കുട്ടികൾ ഉണ്ടായിക്കൂടുകയില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കാര്യത്തിൻ്റെ അകത്ത് ശരിക്കും വലിയ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കേണ്ടത് പാരൻസ് തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇപ്പോഴും പറയാം, രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾ ഒരുമിച്ച് ഒരു ചരടിൽ കോർത്ത് കെട്ടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് ലോങ് നിങ്ങൾ ഈ ഭാരം ആരുടെയെങ്കിലും ഒരു അടിമയാവാനോ ഒരാളുടെ ഭാരമാവാനോ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റത്തില്ല, രണ്ടുപേരും സംസാരിക്കുക. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. എന്തിനാ അങ്ങനെ അനുഭവിക്കേണ്ട കാര്യം? പണ്ടത്തെ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചയച്ചു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോനെ പെണ്ണ് കെട്ടിച്ചു കൊടുത്തു, അതുകൊണ്ട് ഇനി ലൈഫ് ലോങ് ഇത് തന്നെ ആയിരിക്കണം. എൻ്റെ സമൂഹത്തിൽ നാണക്കേടാണ്, എൻ്റെ കുടുംബക്കാർ അറിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മറ്റൊരു ആരും അറിയിക്കരുത് മോളെ അല്ലെ മോനെ, ഇതെല്ലാം ആരും അറിയരുത്. ഇങ്ങനെ കുറേ ജീവിതങ്ങൾ എന്നും ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നുണ്ട് കേട്ടോ നമുക്കിടയിൽ. ഇപ്പോൾ ഈ കമൻറ്റ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ എത്ര ആൾക്കാർ, നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തു പോലും പറയാൻ പറ്റത്തില്ല, നിങ്ങളൊരു ജീവിതത്തിൻ്റെ അകത്താണ്, പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ഇറങ്ങി പോകുന്നതിന് അത്രയും പ്രഷറും മാനസികമായിട്ട് നിങ്ങൾ തകർന്ന് തരിപ്പമായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ടാവും, പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഒന്ന് കുട്ടികളായിരിക്കാം, ഒന്ന് സമൂഹമായിരിക്കാം, ഒന്ന് സ്വന്തം അച്ഛനമ്മമാർ തന്നെ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്താൽ പോലും അവർ ചിലപ്പോൾ പറയും അത് അവളെങ്ങനെയായിരുന്നു. പക്ഷെ ആ വിഷമം തുറന്നു പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നെ പിൽക്കാലത്തും തുറന്നു പറയത്തില്ല. ഇതൊക്കെ കുറേ ഉണ്ട് സമൂഹത്തിൽ. എത്രയോ പേര് അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റുമാനൂരുള്ള ഒരു 2 പെൺകുട്ടികളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ പോയി നിന്ന ആ സ്ത്രീ കഥ, അതിനുശേഷം ഒരു അഡ്വക്കേറ്റായിട്ടുള്ള പെൺകുട്ടി, അതേ സ്ഥലത്ത് ആ ഒരു സ്ത്രീ, അവരുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എത്രയോ ആൾക്കാർ അതിനെക്കാട്ടിൽ എത്ര ബെറ്റർ ആണെന്ന് ഇങ്ങനെ കടന്ന് വീർപ്പ് മുട്ടുന്നതിനെക്കാട്ടിൽ രണ്ടായിട്ട് മാറുക. അതിനൊരു മാന്യതയുണ്ട്. ഞാൻ അങ്ങനെ പറയൂ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നല്ല. ഓക്കെ, okay, mental health. As I have already said, we will always remain in each other's hearts, so no longer in each other's lives. These are my last and final words about our separation. ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇതാണ് എൻ്റെ അവസാനത്തെ വാക്ക്. ഞങ്ങൾ രണ്ട് വഴിക്കിട്ട് പോകുന്നു. I kindly request everyone to give us a space to heal from the pain. അവർക്ക് അവരുടെ പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഹീൽ ആകാനുള്ള ടൈം കിട്ടണം. I am no longer a part of Mallu family. I hope that at least once we were able to you all smile together. This will be my final comment on the Mallu family channel. ഈ മല്ലു ഫാമിലിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു അംഗം, അത് ഈ ഒരു ബന്ധത്തിൽ നിന്നും അവർ പുറത്തു പോയതിനു ശേഷം അവർ പറയുന്നു, എൻ്റെ ഈ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൻ്റെ അകത്തുള്ള എൻ്റെ അവസാനത്തെ കമൻ്റാണ് എന്നും കൂടെ ആ കുട്ടി കൂട്ടിച്ചേർക്കുന്നു. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ യുവർ ലവ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ കമൻറ്റ്. നിതാ സതീശൻ എന്ന് പറഞ്ഞ കമൻറ്റ്. ബെറ്ററാണ്, മെച്യൂറാണ്. ഇതിനപ്പുറത്തേക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഒരു കുട്ടികളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ മാതാക്കന്മാരും പാരൻറ്റിങ് എന്നുള്ള രീതിയിൽ ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് നോക്കുന്ന ആൾക്കാർ, പലരുടെ ലൈഫും പല പ്രശ്നങ്ങളാണ്. എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ബെന്യാമിൻ പറഞ്ഞതുപോലെ, നമ്മൾ കാണുന്ന ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. അതൊന്നും നമ്മൾ അനുഭവിക്കാത്തടത്തോളം കാലം നമുക്ക് വെറും കെട്ടുകഥകളാണ്. കാരണം അത് നമ്മുടെ ജീവിതമല്ല, ഇത് കൊണയല്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പെയിൻ അനുഭവിച്ച് ജീവിക്കുന്നവർ ഉണ്ടെന്നേ ഒരു പറ്റം ആൾക്കാർ. ഒരു നിർത്തിയിട്ട് ഇന്നത്തെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് ഒരു കുടുംബത്തിലൊരു 100 കുടുംബത്തിനെ എടുത്ത് നിർത്തിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അതിനകത്തൊരു 50% എബോ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. പക്ഷേ അവരെ ആ ഒരു ലൈഫിൽ നിന്ന് പോകാനുള്ള കാരണങ്ങൾ കുട്ടികൾ, കുടുംബം, മറ്റുള്ളവർ, ചുറ്റുപാടുള്ളവർ എന്നൊക്കെ പറഞ്ഞ കാര്യം. പണമുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാ തരത്തിലുള്ള കാറ്, വീട്, മറ്റത് മറിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും, സർവത്ര ഈ സംവിധാനങ്ങളും ഉണ്ടാവും. ബട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ മനസമാധാനമില്ലാതെ പണം മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസത്തിന് മുമ്പാണ് ഒരു ഡോക്ടറിൻ്റെ ഒരു വീഡിയോ റാൻഡമായിട്ട് ഇൻസ്റ്റയിൽ ഫീഡിൽ വന്ന് കണ്ടത്. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ സുദീർഘമായിട്ട് അദ്ദേഹം കുറേ കാലം കൊണ്ട് സർവീസിലിരിക്കുന്നു, ഒരുപാട് പേരുടെ മരണം അഥവാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ മരണം, ലാസ്റ്റ് അവരുടെ മരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത്. അതിനാൽ അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ പണക്കാരനെയും
ഈ പാവപ്പെട്ടവന് എല്ലാവരെയും അദ്ദേഹം മരിക്കുന്ന സമയത്ത് കണ്ടപ്പോൾ ഈ ഈക്വലൈസറാണ് മരണമെന്ന് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും ഈക്വലാക്കുന്ന ഒരാളാണ്. ഈ മരണത്തിന് ഒരിക്കലും ഒരാളെ വേറിട്ട് കാണാൻ പറ്റത്തില്ല. എല്ലാവർക്കും മരണം ഒരുപോലെ തന്നെയാണ്. എന്നുവെച്ചാൽ മരിക്കുന്ന രീതികൾ പലതായിരിക്കും, എങ്കിലും മരണം എന്നുള്ളൊരു സാധനം അതിന് ഒറ്റ വാക്കിനുള്ളൂ, ഡെത്ത്. ഓക്കെ, അത് എല്ലാവരെയും ഒരുപോലെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എത്ര പണം വാരി കൂട്ടി എന്ന് പറഞ്ഞാലും മനസമാധാനമില്ലാത്തൊരു ജീവിതമാണ് നിങ്ങൾ പടുത്തുയർത്തുന്നതെങ്കിൽ എന്തിനാടെ? മനസമാധാനം എല്ലാം ഉണ്ടാക്കി ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് മനസമാധാനം ഇല്ലെങ്കിൽ എന്താ? സഞ്ചരിക്കുന്ന എന്തിനാ? സമാധാനത്തിന് വേണ്ടിയിട്ട്. ആ സഞ്ചരിക്കുന്ന ആൾക്ക് ആ സഞ്ചാരത്തിന് സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സോ നിങ്ങൾ സമാധാനത്തിന് കണ്ടെത്തണം. പക്ഷേ ഞാനിപ്പോഴും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തുന്നു, പണം എന്നുള്ളൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണമില്ലാതെ ജീവിക്കാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് സുജിൻ, പൊന്നൂസ് ഈ രണ്ടുപേരുടെ വിഷയത്തിനെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കാനില്ല. പിന്നെ നമ്മൾ അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റ് ചില വ്യക്തികളുടെ പേരുകൾ ഇതിനകത്ത്, അത് കുറച്ച് കാലത്തിന് മുമ്പൊക്കെ വന്നതും പ്രശ്നങ്ങളൊക്കെ ആയതൊക്കെയാണ്. ഇതൊന്നും യാതൊരു ബന്ധവുമില്ലാന്ന് സുജിൻ തന്നെ ഇതിൽ നിഷേധിച്ച് പറയുന്നുണ്ട്. സോ അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് രണ്ട് വ്യക്തികൾക്ക് ചേരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങൾ അതൊന്നും ആവണമെന്നൊന്നുമില്ല. ചില വ്യക്തികൾക്ക് എന്ത് കാര്യം പറഞ്ഞിരുന്നാലും ഇയാളൊരു അഭിപ്രായം പറയും, മറ്റേ ആൾക്ക് സ്വീകാര്യമായിരിക്കത്തില്ല. അയാളൊരു അഭിപ്രായം പറയും, ഇയാൾക്ക് സ്വീകാര്യമായിരിക്കത്തില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. നമുക്ക് സ്വീകാര്യമല്ലാത്ത തീരുമാനങ്ങൾ അന്യോന്യം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ചിന്തകൾക്ക് നിന്ന് മാറി നമ്മൾ രണ്ട് വഴിക്ക് സഞ്ചരിച്ചാൽ എന്താ പ്രശ്നം? ചെറുത് വളരെ ഷോർട്ടാണ് നിങ്ങളുടെ ജീവിതം, വളരെ ഷോർട്ടാണ് ജീവിതം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മിനിമം ഏറ്റവും കുറഞ്ഞ ഈ പ്രായം ഒരു 20 വയസ്സായിരിക്കാം, ഏറ്റവും കൂടിയ പ്രായം ചിലപ്പോൾ ഒരു 60-70 വയസ്സായിരിക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഇനിയുള്ള ദിവസങ്ങൾ എത്രമാത്രം കാണുമെന്ന്. അതിനകത്ത് തന്നെ നമ്മൾ നിരന്തരം വാർത്തകളിൽ കേൾക്കുന്ന ഈ ഏറ്റവും യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർ, കഴിഞ്ഞ ദിവസം സഹോദരൻ ഈ ആക്സിഡൻറ്റിൽ ഒരു അമ്മയ്ക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചെന്തോ അല്ല, അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. ആ കുട്ടികൾ അച്ഛനും സഹോദരനും സഹോദരിയും ആക്സിഡൻറ്റിൽ മരിച്ചു. ഓക്കെ, നാളെ നമുക്ക് എന്താ വച്ചേക്കണമെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള ലൈഫാണ്. അധികം പ്രശ്നങ്ങളും വഴക്കുകളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത രീതിയിൽ നിങ്ങൾ പരമാവധി ജീവിക്കുക. എനിക്ക് ആ ഒരു വാക്ക് പറയാം, അടിസ്ഥാനമായിട്ട് ജീവിക്കുക. അതിനെങ്ങനെ വേണോ നിങ്ങൾക്ക് കാണാം, ജീവിക്കാൻ അനുവദിക്കുക. ദാറ്റ്സ് ഓൾ. സോ ഗൈസ്, അവരവരുടെ ഇഷ്ടം, അവരുടെ ലൈഫ്, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അവരെങ്ങനെയെങ്കിലും നന്നായിട്ട് പോട്ടെ. അവർ മറ്റതാണ് മറിച്ചാണെന്ന് നമ്മളിനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞെന്താ പറഞ്ഞു നിർത്തുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാരിറ്റി ഇനി ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരത്തില്ല. അതുപോലെ തന്നെ നിത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം എക്സ് വൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, അവർ പറഞ്ഞേക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനില്ല എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ഡ്രാമയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഭാവി നമ്മൾ കാണേണ്ടത് മാത്രമാണ്. അതിനെ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി ഇപ്പോഴേ സംസാരിച്ചിട്ട് ഇങ്ങനെയാണ്, അവരങ്ങനെയാണ്, അവർ പണ്ടിങ്ങനെ ഉടായ്പാണ്, അല്ലെങ്കിൽ ഇന്നലത്തെ ഉടായ്പകൾ ഇന്ന് നന്നായി കൂടായിക്കൊന്നുമില്ല. സോ ഗൈസ്, മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും, തിരുത്തണമെങ്കിൽ നന്നായിട്ട് ജീവിക്കട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ ഗൈസ്. ബൈ.